നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച സാമ്പാർ മസാലയും കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ മുഴുവൻ മല്ലി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് ഒരു 5 എണ്ണം, പിന്നെ ഉലുവ 1/4 ടീസ്പൂൺ, കടലപ്പരിപ്പ് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയതിന് ശേഷമാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നേരത്തെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ തോർന്ന് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു പാനിനകത്തോട്ട് ഇതുപോലെ വെളിച്ചെണ്ണ ഇത്തിരി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇത് ചേർക്കാറില്ല സാമ്പാറിന്, നല്ലൊരു രുചിക്ക് വേണ്ടി ഒരു ചെറിയ വെളുത്തുള്ളി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മീഡിയം സൈസിലെ വെളുത്തുള്ളി ആയതുകൊണ്ട് അതിൻ്റെ പകുതി എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കറിവേപ്പില അത് ആവശ്യത്തിന് ഇടുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ഇത് പൊട്ടി വരുമല്ലോ മല്ലിയൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് തുവരപ്പരിപ്പ് ഒരു 3 ടീസ്പൂൺ കാണാം. തുവരപ്പരിപ്പ് നമ്മൾ കഴുകി വെക്കുക. കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാൻ വെച്ചാൽ നല്ലപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് കുതിരാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ പച്ചക്കറി എടുത്തേക്കുന്ന ഒരു തക്കാളി, ഒരു സവാള, പിന്നെ ഒരു ചെറിയ പോർഷൻ പടവലങ്ങ, മത്തങ്ങ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ അധികമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ മുരിങ്ങയ്ക്കയൊക്കെ ലാസ്റ്റിലായിട്ട് കൊടുക്കുന്നത്, മുരിങ്ങയ്ക്കയും തക്കാളി. അപ്പോൾ അതിന് വേവ് കുറവായതുകൊണ്ട് ലാസ്റ്റിലാണ്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ചേനയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ കഴിയാൻ ശേഷം ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. സാമ്പാറിനൊക്കെ നുറുക്കുന്ന ആ മീഡിയം സൈസിലെ വലുപ്പത്തിൽ നുറുക്കിയെടുക്കുക. ഇനി ഒരു കുക്കർ എടുത്തതിന് ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ തുവരപ്പരിപ്പ് നമുക്ക് താഴത്തെ ഭാഗത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി വേവുള്ളതുകൊണ്ട് അടിഭാഗത്ത് തന്നെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കഴുകി വാരി വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒരു സവാള നുറുക്കിയത്, പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ പെരിങ്കായം ഒരു ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെറിയ ഒരു പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് അരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് 2-3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം വേകുന്ന സമയത്ത് നമുക്ക് മല്ലിയും മുളകും ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ മല്ലിയും മുളകും മിക്സിയുടെ പൊടിക്കുന്ന ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തപ്പോൾ ചെറിയൊരു തരിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് അരയുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കല്ല. അപ്പോൾ ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തരിയൊന്നും ഇല്ല, നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. കുക്കർ 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. പ്രഷറെല്ലാം പോയതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ചെയ്ത് നമുക്ക് മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച മസാല പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഈ അരച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ മസാല പേസ്റ്റും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ല, അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റായി പോകും. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്തിന് നമുക്ക് കടുക് താളിക്കാനുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് ജീരകം കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കുറച്ച് ജീരകമാകും, ഒരു 8-10 ജീരകം നമ്മൾ എടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി നുറുക്കിയത്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ ഉള്ളി, മുളകും കറിവേപ്പിലയെല്ലാം നല്ലപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. കുക്കർ പൂർണ്ണമായിട്ട് അടച്ചിട്ടല്ല ഇത് വേവിക്കുന്നത്, ഒരു ചെറിയതായിട്ട് ഹാഫ് പോർഷൻ ഒന്ന് അടച്ചതിന് ശേഷമാണ് വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് വേകാനുണ്ട് മുരിങ്ങയ്ക്കയൊക്കെ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയ്ക്കയൊക്കെ ഓവറായിട്ട് അങ്ങ് കുക്കായിട്ടില്ല. അപ്പോൾ അത് കൊണ്ടാണ് ഇതിനെ തുറന്ന് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഈ മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് കടുക് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ചെറിയ തീയിൽ ഒന്നും കൂടി വെച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.